നമസ്കാരം. പതിരും കതിരും. നിങ്ങളുടെ നാടകപ്പുരയ്ക്ക് ആരെങ്കിലും തീ വയ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നല്ല നാടകങ്ങൾ എഴുതിയിട്ടില്ല എന്നാണ്. കേരളത്തിലെ നവോത്ഥാന നായകനും നാടകകൃത്തുമായ വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണിത്. പൊളിഞ്ഞ നാടകം എഴുതിയ ഒരു സംവിധായകൻ്റെയും നാടകപ്പുരയ്ക്ക് ആരും തീ കൊളുത്താറില്ല. ഒരർത്ഥത്തിൽ AKG സെൻറ്റർ അഭിമാന പുരസ്സരം അവതരിപ്പിച്ച ഒരൊറ്റ നാടകം പോലും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. പൊളിഞ്ഞ കഥ, പാത്രനിർമ്മിതിയിലെ അമിതാവേശം, ഓവർ ആക്ടിംഗ്, ഉറങ്ങിപ്പോകുന്ന കർട്ടൻ വലിക്കാരൻ, രംഗബോധമില്ലാതെ കടന്നുവരുന്ന കോമാളികൾ, പ്രമേയത്തോട് നീതി പുലർത്താത്ത പശ്ചാത്തല സംഗീതം, രംഗപടമൊരുക്കിയ ആർട്ടിസ്റ്റിന് പ്രമേയം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, മൗലികതയില്ലാത്ത അവതരണ ഗാനങ്ങൾ. പത്തനംതിട്ടയിൽ അരങ്ങേറിയ ഞാൻ ഇവിടെയുണ്ട് എന്ന നാടകത്തിന് ശേഷം വീണ ജോർജ് മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച് തകർത്ത അയ്യോ എൻ്റെ കഴുത്ത് എന്ന നാടകം തട്ടിൽ കയറിയപ്പോഴേക്കും കേരളമാകെ സമരജ്വാലകൾ ഉയർന്നു. പക്ഷേ ഒറ്റ രംഗത്തോടെ ആ നാടകവും സ്റ്റേജ് തകർന്ന് നിലം പതിച്ചു. മിത്തുകൾ പ്രമേയമാക്കി നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഷംസീറാണ് ഈ നാടകം സംവിധാനം ചെയ്തത്. രോഗം കുറ്റമാണോ ഡോക്ടർ, രോഗി കുറ്റവാളിയാണോ ഡോക്ടർ എന്ന അശ്വമേധം നാടകത്തിലെ KPSC സുലോചനയുടെ അഭിനയം കടമെടുത്ത് എനിക്കിവിടെ വഴി നടക്കണ്ടേ, ഭീരുക്കൾ അവരോടൊന്നുകൂടി വരാൻ പറ എന്ന വീണ ജോർജിൻ്റെ ആ ഡയലോഗ് പൊളിച്ചു കളഞ്ഞു. മിസൈലും ബോംബുമായി വന്ന KSU തീവ്രവാദികളെ പോലീസ് തൂക്കിയെടുത്തു കൊണ്ടുപോയി. അപ്പോഴാണ് ആ ഡയലോഗ് നമ്മൾ കേട്ടത്. അവരൊന്ന് ഉറക്ക മുദ്രാവാക്യം വിളിച്ചപ്പോൾ കഴുത്തുളുക്കിയോ, കരിങ്കൊടി വീശിയപ്പോൾ കൈമുറിഞ്ഞോ. കാരക്കൂട്ടിൽ ദാസനെ പോലെ എന്നിട്ടും പറയുകയാണ് എങ്കിൽ ഒന്നുകൂടി വാടാ, ഞാൻ മാത്രം മതി എന്ന്. ധീരതയോടെയുള്ള ആ തീപാറുന്ന ഡയലോഗിൽ നാടകം അവസാനിച്ചിരുന്നെങ്കിൽ BGM വിട്ട് കമ്മികൾ ആ രംഗം തകർത്തേനെ. ഇതാണ്ട്രാ സഖാവ്, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. പക്ഷെ പിന്നീട് വന്ന സീൻ ആ ധീര വനിതയെ ഒരു സീരിയൽ പൈങ്കിളി ടൈപ്പ് കഥാപാത്രമാക്കി കളഞ്ഞു. പ്രത്യേക തരത്തിലുള്ള ആക്ഷനൊക്കെ കഴിഞ്ഞ് നടന്നുപോയ വീണയുടെ കഴുത്തിന് എങ്ങനെ അതിഭയങ്കരമായ വേദനയുണ്ടായി. ഏതോ അജ്ഞാത ശക്തി പ്രഹരമേൽപ്പിച്ചതാണ്. ചികിത്സിച്ച് കിടത്തുന്ന ആരോഗ്യവകുപ്പിനെ പറ്റി നമ്മൾ കേട്ടിട്ടേയുള്ളൂ. ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ചതോടെ വീണ കൂടുതൽ അവശയാകുന്നു. ട്രിപ്പിടുന്നു. പരിചാരകരും പാർട്ടിക്കാരും ഓടിക്കൂടുന്നു. പിണറായി വിജയൻ്റെ വരവോടെ അവശത കൂടുകയായി. ഒടുവിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നു. കഴുത്തിന് ക്ഷതമുണ്ടെന്നായി മെഡിക്കൽ ബുള്ളറ്റിൻ. കരിങ്കൊടി വീശിയാൽ MRI സ്കാനിംഗ് ആവശ്യമായി വരുന്ന അപൂർവതയാണിത്. ആശുപത്രിയിലെ സകല കത്രികകളും എടുത്തുമാറ്റാൻ കിടന്ന കിടപ്പിൽ വീണ ഉത്തരവിട്ടു. കഴുത്തിൽ ഓപ്പറേഷൻ ചെയ്തതായും 2 വെടിയുണ്ടകളും ഒരു മിസൈലിൻ്റെ പാതിയും ലഭിച്ചിട്ടുള്ളതായും ചിലപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നേക്കും. കത്രികയ്ക്ക് പകരം അരിവാൾ വല്ലതും കിട്ടുമോ എന്തോ. മന്ത്രിയും പോലീസും തമ്മിലുള്ള പിടിവലിയാണ് നമ്മൾ കാണുന്നതെല്ലാം. ഒരു പോലീസുകാരൻ മന്ത്രിയെ പിടിക്കുന്നതും കാണാം. മറ്റൊരു വനിതാ പോലീസുകാരി മന്ത്രിയെ പുന്നാരിച്ച് സമാധാനിപ്പിക്കുന്നു. ഉണ്ണിയാർച്ച ഉറുമി ചുഴറ്റും പോലെ വീണ ജോർജ് പോലീസുകാർക്കിടയിൽ കിടന്ന് പൊന്നത്തങ്കം നടത്തുന്നു. പ്രതിഷേധക്കാർ പോയതോടെ ആരോഗ്യമന്ത്രി പെരുങ്കളിയാട്ടം തന്നെ നടത്തി. കഴിഞ്ഞ 2 ദിവസമായി സമരക്കാരെ വെല്ലുവിളിയായിരുന്നു വീണ ജോർജ്. ഞാൻ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് വാ, അതിനായി ഇവിടെ നിൽക്കുന്നത്. അധികാരത്തിൻ്റെ അശ്ലീല പ്രയോഗമാണ് ഈ വനിതാ മന്ത്രി ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത്. ഞാനേതോ പൊന്നാപുരം കോട്ടയിലെ മാക്കമാണെന്ന ഭാവമാണ് സകലരോടും. എന്തായാലും ട്രോളർമാർക്ക് നല്ല ചാകരയാണിപ്പോൾ. മോണോ ആക്ടിൽ നിന്നും ഓവർ ആക്ടിങ്ങും കഴിഞ്ഞ് അഭിനയിച്ച് ചളമാക്കുകയാണിപ്പോൾ. സമരക്കാർ ആരും മന്ത്രിയുടെ 7 അയലത്ത് പോലും ചെന്നില്ലെന്നായി മരംമുറിക്കാരൻ്റെ ചാനലിലെ മഹാശിരസ്കൻ പോലും പറഞ്ഞത്. കയ്യിലെ ചുവന്ന അടയാളം കഴിഞ്ഞ 2 ദിവസങ്ങളായി കാണാം. കരിങ്കൊടി വീശലും മുദ്രാവാക്യവുമല്ലാതെ അവരുടെ ദേഹത്ത് ആരും തൊട്ടില്ലെന്നായി ദൃക്സാക്ഷികളും. കയ്യും കഴുത്തും പിടിച്ചു തിരിച്ച് അതിക്രൂരമായി കടന്നാക്രമിച്ചുവെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ദുഃഖമുള്ളിലൊതുക്കി ഗോവിന്ദൻ ഇത് പറയുമ്പോൾ വിതുമ്പാതിരിക്കാൻ പാടുപെടുന്നത് കാണാം. ഇത്രയും സങ്കടത്തോടെ ഒരിക്കലും നമ്മൾ ഗോവിന്ദനെ കണ്ടിട്ടില്ല. PK ശ്രീമതിയും ആശുപത്രിയിലെത്തി. ചുരുക്കി പറഞ്ഞാൽ യാതൊരു അസുഖവുമില്ലാത്ത സമരമുഖത്ത് നിന്ന് പോയ വീണ ജോർജ് ഇപ്പോൾ കിടപ്പ് രോഗിയായി മാറിയിരിക്കുന്നു. MRI സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴേ അറിയൂ കറുത്ത തുണിയുടെ ഏത് വശമാണ് കഴുത്തിൽ കൊണ്ടതെന്ന്. തുമ്പാണെങ്കിൽ മാരകമായ ചതവായിരിക്കും. എക്കോ സൗണ്ട് സ്കാനിംഗ് റിപ്പോർട്ട് വന്നാൽ മാത്രമേ മനസ്സിലാകൂ എത്ര ഡെസിബൽ ശബ്ദമാണ് മുദ്രാവാക്യത്തിലൂടെ ആരോഗ്യമന്ത്രിയുടെ ഹൃദയം തുളച്ചു കയറിയതെന്ന്. ഷാഫി പറമ്പിലിൻ്റെ മൂക്കിൻ്റെ പാലം തകർന്ന് ചോര വന്നപ്പോൾ അന്തങ്ങൾ എത്രമാത്രം ചുവന്ന മഷിക്കുപ്പിയാണ് അവരുടെ വാളുകളിൽ കോരി നിറച്ചത്. മൂക്കിൻ്റെ പാലം തകർന്നാൽ എന്തിനാണ് വീൽ ചെയറിലിരിക്കുന്നത്? താടി വടിക്കാതെ എങ്ങനെ ഓപ്പറേഷൻ നടത്തി? അങ്ങനെ എന്തൊക്കെ പരിഹാസങ്ങളായിരുന്നു. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചപ്പോൾ പിണറായി ചോദിച്ചത്
കല്ല് തെറിച്ചു പോകാൻ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചെന്താ ഇരുമ്പ് കവചം വല്ലതുമാണോ എന്നാണ്. വീണയുടേത് രോഗമോ വേദനയോ ഒന്നുമല്ല. 2 മാസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്. മന്ത്രിസ്ഥാനം പോകുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ വയ്യ. ടീച്ചറെ പോലെ വീണയും ഇപ്പോൾ ഉറങ്ങുന്നില്ല. വീണയുടെ കഴുത്ത് സമരക്കാർ പിടിച്ചു തിരിച്ചതറിഞ്ഞ് ആറന്മുളയിലെ ഒരു വീട്ടിലും ഇന്നലെ മുതൽ അടുപ്പ് പുകയുന്നില്ല. പമ്പാ നദിയിൽ ഓളം നിലച്ചിട്ട് മണിക്കൂറുകളായി. സകല മുഖങ്ങളിലും ദുഃഖം തളം കെട്ടിക്കിടക്കുന്നു. ഇനി വീൽ ചെയറിലിരുന്ന് കോളർ ബാൻഡും വെച്ചുകെട്ടുമായി പുറത്തേക്ക് വരുന്ന ആരോഗ്യമന്ത്രിയുടെ ചിത്രമാണ് പുറത്തു വരാനുള്ളത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ശങ്കർദാസിന്റെ ആശുപത്രിയിലെ കിടപ്പ് പോലെയാണ് വീണയുടെ കിടപ്പ് കണ്ടപ്പോൾ തോന്നിയത്. ഇത് പറ്റിയ സമയമാണ്. കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അമേരിക്കയിലേക്ക് തന്നെ പോകണം.